നമസ്കാരം, ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഭക്ഷ്യധാന്യങ്ങളില്ലാതെ റേഷൻ കടകൾ. സർക്കാർ അനാസ്ഥ ആരോപിച്ച് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം. വിവിധ റേഷൻ ഷോപ്പുകൾക്ക് മുന്നിൽ KPCC ആഹ്വാനപ്രകാരം കൂട്ടുധർണ. കോട്ടായിൽ അഴിമതിയും ദുർഭരണവും ആരോപിച്ച് പഞ്ചായത്ത് കാര്യാലയത്തിന് മുന്നിൽ കോൺഗ്രസ് പ്രതിഷേധം. യൂസർ ഫീയിൽ നിന്ന് ബാർബർ ഷോപ്പുകളെ ഒഴിവാക്കണമെന്ന് കേരള സ്റ്റേറ്റ് ബാർബർ ബ്യൂട്ടീഷ്യൻ അസോസിയേഷൻ ജില്ലാ സമ്മേളനം ഒറ്റപ്പാലത്ത്. അനങ്ങനടിയിലെ കുടിവെള്ള പ്രതിസന്ധിക്ക് പരിഹാരം കാണണമെന്ന് മുസ്ലിം ലീഗ്. റോഡ് നവീകരണത്തിനിടെ തകർന്ന കുടിവെള്ള പൈപ്പുകൾ ഉടൻ മാറ്റി സ്ഥാപിക്കണം. ജലക്ഷാമം രൂക്ഷമായ പ്രദേശങ്ങളിൽ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ടാങ്കറിൽ ശുദ്ധജലം എത്തിക്കണമെന്നും മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി. വാർത്തകൾ വിശദമായി. KPCC ആഹ്വാനപ്രകാരം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റേഷൻ കടകൾക്ക് മുന്നിൽ ധർണ നടത്തി. റേഷൻ കടകൾ നോക്കുകുത്തികളായി മാറിയ സർക്കാർ അനാസ്ഥയ്ക്കെതിരെയാണ് പ്രതിഷേധം. വാടനകുശി റേഷൻ ഷോപ്പിന് മുന്നിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നടത്തിയ ധർണ പാലക്കാട് DCC സെക്രട്ടറി PK ഉണ്ണീഷൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. റേഷൻ ഷോപ്പുകൾ നോക്കുകുത്തികളായതോടെ സാധാരണക്കാരായ ജനങ്ങൾ ഭക്ഷ്യധാന്യ പ്രതിസന്ധി നേരിടുകയാണെന്ന് കോൺഗ്രസ് നേതാക്കൾ ചൂണ്ടിക്കാട്ടി. ഒരു റേഷൻ കടകളിലും അവശ്യവസ്തുക്കൾ ലഭ്യമല്ലാത്ത അവസ്ഥയാണിപ്പോൾ. മദ്യക്കമ്പനിക്ക് പാലക്കാട്ട് പരവതാനി വിരിക്കുന്ന സർക്കാർ സാധാരണക്കാരായ ജനങ്ങളുടെ വിശപ്പ് കാണുന്നില്ലെന്ന് കോൺഗ്രസ് നേതാക്കൾ കുറ്റപ്പെടുത്തി. വാടാനകുറിശ്ശിയിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ധർണാ സമരം DCC സെക്രട്ടറി PK ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് P രൂപേഷ് അധ്യക്ഷത വഹിച്ചു. അബൂബക്കർ സിദ്ദിഖ്, ശ്രീനിവാസൻ, ഷാഫി കാരക്കാട്, രാജീവ്, ഇമ്പിച്ചിമണി, ഫൈസൽ കൊടിക്കുന്നത്ത്, അലി വരമംഗലത്ത്, അസീസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ഭക്ഷ്യധാന്യങ്ങളില്ലാതെ റേഷൻ കടകൾ. സർക്കാർ അനാസ്ഥയ്ക്കെതിരെ ഒറ്റപ്പാലം ടൗണിലെ റേഷൻ കടയ്ക്ക് മുന്നിൽ ഒറ്റപ്പാലം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ ധർണ നടത്തി. DCC ജനറൽ സെക്രട്ടറി സത്യൻ പെരുമ്പ്രക്കോട് ഉദ്ഘാടനം ചെയ്തു. KPCC ആഹ്വാനപ്രകാരമാണ് ഒറ്റപ്പാലത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റേഷൻ കടയ്ക്ക് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. DCC ജനറൽ സെക്രട്ടറി സത്യൻ പെരുമ്പ്രക്കോട് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് മുഹമ്മദ് അലി നാലകത്ത് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് NK ജയരാജൻ, നേതാക്കളായ ഗിരീഷ് മാസ്റ്റർ, PS ജഗദീഷ് ശങ്കർ, NK കൃഷ്ണൻകുട്ടി, N വിജയകുമാർ, PJ സാമുവൽ, MJ അബ്രഹാം, P അശോകൻ, TP സജീവ്, കൗൺസിലർമാരായ M ഗോപൻ, ആതിര നാരായണൻ, PT രാധ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. 50 വർഷമായി CPIM ഭരിക്കുന്ന കോട്ടായി ഗ്രാമപഞ്ചായത്തിലെ അഴിമതിക്കും ദുർഭരണത്തിനുമെതിരെ കോട്ടായി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. DCC പ്രസിഡന്റ് A തങ്കപ്പൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് K മോഹൻകുമാർ അധ്യക്ഷത വഹിച്ചു. KPCC വക്താവ് ജ്യോതികുമാർ ചാമക്കാല മുഖ്യപ്രഭാഷണം നടത്തി. DCC ജനറൽ സെക്രട്ടറി തോലന്നൂർ ശശിധരൻ, തരൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് P ബാലൻ, തരൂർ മണ്ഡലം UDF ചെയർമാൻ മനോജ് കുമാർ, മണ്ഡലം പ്രസിഡന്റുമാരായ സുരേഷ് ചൂലന്നൂർ, അജിത് കുമാർ, ഹരിദാസ് കുത്തന്നൂർ എന്നിവർ സംസാരിച്ചു. കോട്ടായി മണ്ഡലം കോൺഗ്രസ് സെക്രട്ടറി PR രമേശ് സ്വാഗതവും യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി PP സുധ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. യൂസർ ഫീയിൽ നിന്ന് ബാർബർ ഷോപ്പുകളെ ഒഴിവാക്കണമെന്ന് കേരള സ്റ്റേറ്റ് ബാർബർ ബ്യൂട്ടീഷ്യൻസ് അസോസിയേഷൻ പാലക്കാട് ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. ഒറ്റപ്പാലം ഗോപികാസ് ഓഡിറ്റോറിയത്തിൽ R ശെൽവരാജ്, O രാമകൃഷ്ണൻ നഗറിൽ നടന്ന സമ്മേളനം K പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. പ്രകടനത്തോടെയാണ് സമ്മേളന നടപടികൾക്ക് തുടക്കമായത്. ഗോപികാസ് ഓഡിറ്റോറിയത്തിലെ R സെൽവരാജ്, O രാമകൃഷ്ണൻ നഗറിൽ നടന്ന സമ്മേളനം K പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. അയാൾക്ക് നേടിയെടുക്കാൻ കഴിയുന്നതിനേക്കാൾ ഒരു സംഘമാകുമ്പോൾ, ഒരു കൂട്ടായ്മയാകുമ്പോൾ, ഒരു പരിപാടിയും ഒരു ലക്ഷ്യവുമുള്ള പ്രസ്ഥാനമാകുമ്പോൾ സ്വാഭാവികമായും അതിന് സമൂഹത്തെ, ജനങ്ങളെ, സർക്കാരിനെ ഒക്കെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ ആ അംഗബലം കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ ശരിയായ നേരായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാനും കഴിയും എന്നത് നമുക്ക് തിരിച്ചറിയാനാകും. നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്, ഒരു ചെറിയ എതിർക്കലാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പൊട്ടിക്കാൻ പറ്റും. ജില്ലാ പ്രസിഡന്റ് G ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു. VK സതീഷ് അനുശോചന പ്രമേയവും TV സുരേഷ് അനുസ്മരണ പ്രഭാഷണവും, അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി K ഉണ്ണികൃഷ്ണൻ പ്രവർത്തന റിപ്പോർട്ടും, സംസ്ഥാന സെക്രട്ടറി NP രവീന്ദ്രൻ സംഘടനാ റിപ്പോർട്ടും, ജില്ലാ ട്രഷറർ CM ബാബുരാജൻ
കണക്കും അവതരിപ്പിച്ചു. സ്വാഗത സംഘം സെക്രട്ടറി AK ധനേഷ്, ലേഡി ബ്യൂട്ടീഷ്യൻ ജില്ലാ പ്രസിഡന്റ് MN തിലകം, V സുരേഷ്, S സുധീർ, S സോമൻ, KK രവി, P സക്കീർ ഹുസൈൻ, A സുരേഷ്, N സുന്ദരൻ, K രാജേഷ്, മല്ലിക രാധാകൃഷ്ണൻ, AB ബീന, M ലതിക, M ചന്ദ്രലേഖ, K സുരേഷ്, C ആറുമുഖൻ, K ഭരത് കുമാർ, P പ്രകാശൻ, V ഹരീഷ് കുമാർ, V മനോജ്, KR മധു, M മനോജ്, A സുരേഷ്, ശിവഷൺമുഖൻ എന്നിവർ പ്രസംഗിച്ചു. യൂസർ ഫീയിൽ നിന്ന് ബാർബർ ഷോപ്പുകളെ ഒഴിവാക്കണമെന്ന് ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. അലങ്ങനടി പഞ്ചായത്തിലെ കുടിവെള്ള പ്രതിസന്ധിക്ക് അടിയന്തര പരിഹാരം കാണണമെന്ന് മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി. ഒറ്റപ്പാലം കീഴൂർ റോഡ് നവീകരണത്തിന്റെ ഭാഗമായി കുടിവെള്ള പൈപ്പുകൾ തകർന്നതാണ് പ്രതിസന്ധിക്ക് കാരണമെന്നും കേടായ പൈപ്പുകൾ ഉടൻ മാറ്റി സ്ഥാപിക്കണമെന്നും ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി യോഗം ആവശ്യപ്പെട്ടു. പഞ്ചായത്തിലെ പനമണ്ണ മുതൽ അനങ്ങനടി വരെയുള്ള പ്രദേശങ്ങളിലാണ് ആഴ്ചകളായി കുടിവെള്ളം മുടങ്ങിയിരിക്കുന്നത്. കുടിക്കുന്നതിനും പ്രാഥമിക ആവശ്യങ്ങൾക്കും വെള്ളം കിട്ടാത്തതുമൂലം പ്രദേശവാസികൾ പലരും ബന്ധുവീടുകളിലേക്കും വാടക വീടുകളിലേക്കും താമസം മാറ്റിയിരിക്കുകയാണ്. പഞ്ചായത്തിലെ വലിയൊരു വിഭാഗം ജനങ്ങളെ ബാധിച്ച ഈ വിഷയത്തിൽ ഭരണസമിതി കാണിക്കുന്ന നിസ്സംഗതയും മൗനവും പ്രതിഷേധാർഹമാണെന്ന് യോഗം ചൂണ്ടിക്കാട്ടി. പ്രശ്നത്തിന് പരിഹാരമാകുന്നതുവരെ ടാങ്കറിൽ വെള്ളമെത്തിക്കുന്നതടക്കമുള്ള അടിയന്തര പരിഹാര നടപടികൾ സ്വീകരിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു. വാട്ടർ അതോറിറ്റി അധികാരികളെ നേരിൽ കണ്ട് വിഷയത്തിന്റെ ഗൗരവം ബോധ്യപ്പെടുത്താനും പരിഹാരമായില്ലെങ്കിൽ പ്രത്യക്ഷ സമരപരിപാടികൾക്ക് നേതൃത്വം നൽകാനും മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനിച്ചു. K അബ്ദുൽ സലാം മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി ഇബ്രാഹിം മേനകം സ്വാഗതവും ട്രഷറർ A മുഹമ്മദ് കുട്ടി നന്ദിയും പറഞ്ഞു. പഞ്ചായത്ത് അംഗങ്ങളായ P ഉണ്ണീൻകുട്ടി മാസ്റ്റർ, MA റിയാസ് മാസ്റ്റർ, ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി ഭാരവാഹികളായ K അബ്ദുൽ സമദ്, K നാസർ, KK സിദ്ദിഖ്, MT സൈനുൽ ആബിദീൻ മാസ്റ്റർ, T അലവി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. വാണിയകുളം പഞ്ചായത്തിൽ 2025-26 വാർഷിക പദ്ധതിയുമായി ബന്ധപ്പെട്ട് വികസന സെമിനാർ നടന്നു. പഞ്ചായത്ത് ഹാളിൽ നടന്ന സെമിനാർ ഷൊർണൂർ MLA P മമ്മിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് K ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു. സെമിനാറിനോടനുബന്ധിച്ച് അംബേദ്കർ ഫെലോഷിപ്പ് നേടിയ ജിനേഷ്, അന്താരാഷ്ട്ര ശുചിത്വ ഉച്ചകോടിയിൽ പ്രബന്ധം അവതരിപ്പിച്ച ഹിഷ ഹിത എന്നിവരെ അനുമോദിച്ചു. മങ്കരക്കാളികാവിൽ നടന്നു വന്നിരുന്ന ശ്രീമദ് ഭാഗവത സപ്താഹയത്തിന്റെ സമാപനമായി. വെള്ളിനരി ഹരികൃഷ്ണനായിരുന്നു യജ്ഞാചാര്യൻ. അത്രയും ശാന്തരായി ശബ്ദമൊന്നുമില്ലാതെ ഒക്കെ കേട്ട് ശ്രദ്ധയോടുകൂടിയിട്ടിരിക്കുക എന്നുള്ളത് വലിയൊരു യോഗ്യതയാണ്. തീർച്ചയായിട്ടും ഇവിടെ ഇതിനു മുമ്പ് വന്ന ആചാര്യന്മാരുടെയൊക്കെ നിഷ്ഠ അതിൻ്റെ ഒരു കാരണം തന്നെ ആയിരിക്കാം. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളൊരു സംസ്കാരവും നൈമിഷാരണ്യത്തിൽ ശൗനകാദികളോട് സൂതൻ പറയുന്നുണ്ട്, അഹംച സംസ്മാരിത ആത്മതത്വം. സമാപന ദിവസമായ ചൊവ്വാഴ്ച രാവിലെ വിഷ്ണു സഹസ്രനാമ പാരായണവും തുടർന്ന് നടന്ന ഭാഗവത പാരായണം കൽക്കി അവതാരത്തോടെയാണ് സമാപിച്ചത്. സമാപന ദിവസം വിവിധ മേഖലയിലെ പ്രമുഖ വ്യക്തികളെ ആദരിച്ചു. മാധ്യമപ്രവർത്തകൻ മൊയ്തീൻകുട്ടിയെ കമ്മിറ്റി പ്രസിഡന്റ് കൃഷ്ണദാസ് ആദരിച്ചു. മേൽശാന്തി സുബ്രഹ്മണ്യൻ നമ്പൂതിരി, കാവ് മേൽശാന്തി സുരേഷ്, പാർവതി ഷാരസ്യാർ, മംഗലശ്ശേരി രാധാകൃഷ്ണൻ, ഉണ്ണികൃഷ്ണൻ, സതീഷ് എന്നിവരെയും യജ്ഞാചാര്യന്മാരെയും ആദരിച്ചു. ആചാര്യന്മാർ മറുപടി പ്രസംഗവും നടത്തി. ക്ഷേത്രം കമ്മിറ്റി പ്രസിഡന്റ് കൃഷ്ണദാസ് മാങ്കുരിശി, സെക്രട്ടറി രാമനാഥ് വെള്ളറോഡ്, ട്രഷറർ രവിശങ്കർ എന്നിവർ സംസാരിച്ചു. ഉച്ചയ്ക്ക് നടന്ന മഹാ അന്നദാനത്തിൽ 5000-ലധികം ആളുകൾ പങ്കെടുത്തു. ഭാഗവത സപ്താഹയജ്ഞത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ കലാപരിപാടികളും ഉണ്ടായിരുന്നു. ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണ പ്രവൃത്തികൾക്ക് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ വേണമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. നിരവധി ഭക്തർ സമാപന ദിവസത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പട്ടാമ്പി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ വജ്രജൂബിലി ആഘോഷ നിറവിൽ. സ്കൂൾ വജ്രജൂബിലി ഫെബ്രുവരി 23-24 തീയതികളിൽ ആഘോഷിക്കും. 31-ന് സംഘാടക സമിതി രൂപീകരിക്കുമെന്ന് PTA ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പഠന മികവിലും പാഠ്യേതര മികവിലും പട്ടാമ്പി ഉപജില്ലയിൽ ഏറെ മുൻനിരയിൽ നിൽക്കുന്ന വിദ്യാലയമാണ് പട്ടാമ്പി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ. ഒട്ടനവധി മികച്ച വ്യക്തിത്വങ്ങളെ വാർത്തെടുക്കാൻ ഈ വിദ്യാലയത്തിന് കഴിഞ്ഞിട്ടുണ്ട്. വജ്രജൂബിലി ആഘോഷ നിറവിലാണ് പട്ടാമ്പി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ. ഫെബ്രുവരി 23-24 തീയതികളിലാണ് 75-ാം വാർഷികം ആഘോഷിക്കുന്നത്. 23-ന് രാവിലെ മുതൽ വൈകിട്ട് വരെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടക്കും. 24-ന് മുൻകാല അധ്യാപകരെ ആദരിക്കൽ, അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും കലാപരിപാടികൾ, വിരമിക്കുന്ന അധ്യാപകർക്ക് യാത്രയയപ്പ്, MT വാസുദേവൻ നായർ അനുസ്മരണം എന്നിവയും സംഘടിപ്പിക്കും. വിപുലമായ രീതിയിലാണ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്.
ജനുവരി 31 വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 3 മണിക്ക് സ്കൂളിൽ വെച്ച് സംഘാടക സമിതി രൂപീകരണ യോഗം ചേരുമെന്ന് PTA ഭാരവാഹികളും അധ്യാപകരും വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഗമം, മുൻ അധ്യാപകരെ ആദരിക്കൽ, അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും കൾച്ചറൽ പ്രോഗ്രാമുകൾ, ഈ വർഷം റിട്ടയർ ആവുന്ന അധ്യാപകർക്കുള്ള യാത്രയയപ്പ്, നമ്മുടെ തന്നെ പൂർവ്വ വിദ്യാർത്ഥിയായ ശ്രീ MT അവരുടെ അനുസ്മരണം, അങ്ങനെ വിവിധ പരിപാടികൾ ദിവസം മുഴുവൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ നീണ്ടു നിൽക്കുന്ന വലിയ വിപുലമായ പരിപാടിയാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ പ്രിൻസിപ്പാൾ വിജയൻ, ഹെഡ്മിസ്ട്രസ് രാധ, PTA പ്രസിഡന്റ് CA റാസി, കൃഷ്ണദാസ്, ഹക്കീം, ബിനി, പ്രശാന്ത് മാസ്റ്റർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പരിതൂർ അഞ്ചുമൂലയിൽ നൌഷാദ് മാസ്റ്റർ സ്മാരക വായനശാലയുടെ ഉദ്ഘാടനം ഫെബ്രുവരി 1 മന്ത്രി MP രാജേഷ് നിർവഹിക്കും. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സാംസ്കാരിക പരിപാടികളും സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ പട്ടാമ്പിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പരുതൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനായിരുന്ന വിട പറഞ്ഞ അത്താണിക്കൽ നൌഷാദിന്റെ സ്മരണാർത്ഥമാണ് വായനശാല സ്ഥാപിക്കുന്നത്. അഞ്ചുമൂല മേഖലയിലെ സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെയാണ് വായനശാലയുടെ പ്രവർത്തനം തുടങ്ങിവെച്ചത്. ഫെബ്രുവരി 1 വൈകിട്ട് 6 മണിക്ക് നൌഷാദ് മാസ്റ്റർ സ്മാരക വായനശാലയുടെ ഔപചാരിക ഉദ്ഘാടനം മന്ത്രി MP രാജേഷ് നിർവഹിക്കും. ചടങ്ങിൽ ചലച്ചിത്ര നാടക നടൻ അപ്പുണ്ണി ശശി മുഖ്യാതിഥിയായി പങ്കെടുക്കും. തുടർന്ന് പരുതൂർ ലൈബ്രറി ആൻഡ് റിക്രിയേഷൻ സെന്റർ അവതരിപ്പിക്കുന്ന നാടകം, കലാപരിപാടികൾ, കോഴിക്കോട് ജനം നാടകവേദിയുടെ ചക്കരപ്പന്തൽ നാടകം എന്നിവയും ഉണ്ടായിരിക്കുമെന്ന് സ്വാഗത സംഘം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഒട്ടേറെ സുമനസ്സുകളുടെ സഹായ സഹകരണങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അവരുടെ എല്ലാവരുടെയും വലിയ പിന്തുണയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു വായനശാലയ്ക്ക് ഞങ്ങൾ രൂപം കൊടുക്കുന്നത്. സാംസ്കാരികപരമായിട്ട് ഒരുപാട് പ്രവർത്തനങ്ങളും നടക്കാതിരുന്ന ഒരു മേഖലയിൽ പുതുതായിട്ട് ഒരു വായനശാല രൂപീകരിക്കുക എന്നത് ഞങ്ങളെ സംബന്ധിച്ച് വലിയ ഒരു സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ഫെബ്രുവരി 1 ശനിയാഴ്ച വൈകുന്നേരം 6 മണിക്ക് ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി വകുപ്പ് മന്ത്രി MP രാജേഷ് ഈ വായനശാലയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ പോകുന്നു. വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ MK വിഷ്ണു, PP അഭിരാം എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ഒറ്റപ്പാലം ജനനന്മ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ മഹാത്മാ പുരസ്കാര സന്ധ്യ ജനുവരി 30 വൈകിട്ട് 5 മനശ്ശേരി വരിക്കാശ്ശേരി മനയിൽ നടക്കും. കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി പുരസ്കാര സന്ധ്യ ഉദ്ഘാടനം ചെയ്യുമെന്ന് ജനനന്മ ചെയർമാൻ ജാഫർ ഒറ്റപ്പാലത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മഹാത്മാഗാന്ധി പുരസ്കാര സന്ധ്യയോടനുബന്ധിച്ച് പ്രശസ്തിപത്ര സമർപ്പണവും നടക്കും. സംഗീത നാടക അക്കാദമി ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി ഉദ്ഘാടനം ചെയ്യും. കവി PT നരേന്ദ്രമേനോൻ അധ്യക്ഷത വഹിക്കും. ജനനന്മ മഹാത്മാഗാന്ധി കൾച്ചറൽ ഫോറം പുരസ്കാരം ശ്രീകുമാരൻ തമ്പിക്കും, ജനനന്മ സ്വരരാഗം പ്രഥമ പുരസ്കാരം മോഹൻ സിത്താരയ്ക്കും, 2024 പുരസ്കാരം വിദ്യാധരൻ മാസ്റ്റർക്കും മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി സമ്മാനിക്കും. ജനനന്മ കാരുണ്യസ്പർശ പുരസ്കാരം P ഗോപാലകൃഷ്ണന് നൽകും. ധ്യാനത്തിലിരിക്കുന്ന ഗാന്ധിജിയുടെ മുഖഫലകവും 25,000 രൂപയും പ്രശസ്തിപത്രവും പൊന്നാടയും അടങ്ങുന്നതാണ് കൾച്ചറൽ ഫോറം പുരസ്കാരം. 20,025 രൂപയും പ്രശസ്തിപത്രവും പൊന്നാടയും അടങ്ങുന്നതാണ് സ്വരരാഗം ഖത്തർ പ്രഥമ സംഗീത പുരസ്കാരമെന്ന് ജനനന്മ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ ജാഫർ അറിയിച്ചു. 5,025 രൂപയും ഫലകവും പൊന്നാടയും അടങ്ങുന്നതാണ് ജനനന്മ കാരുണ്യസ്പർശ പുരസ്കാരം. മലയാള ചലച്ചിത്ര മേഖലയിൽ രചനാ വൈഭവങ്ങളിലൂടെ സംഗീതത്തിൽ ഹൃദയഭംഗി ചാർത്തിയ കവിയും സംവിധായകനും നിർമ്മാതാവുമായ ഒരു ബഹുമുഖ പ്രതിഭയാണ് ശ്രീകുമാരൻ തമ്പി. 7ാമത്തെ 2021 ജനനന്മ മഹാത്മാഗാന്ധി കൾച്ചറൽ ഫോറം പുരസ്കാരം ശ്രീകുമാരൻ തമ്പിക്ക് നൽകാൻ തീരുമാനിച്ചു. കവി PT നരേന്ദ്രമേനോൻ, സംഗീതജ്ഞ ശ്രീമതി സുകുമാരി നരേന്ദ്രമേനോൻ, മുൻ കേന്ദ്ര സാഹിത്യ അക്കാദമി ഉപദേശക സമിതി അംഗം ഡോക്ടർ അജയപുരം ജ്യോതിഷ് കുമാർ, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി ചിത്രകലാ വിഭാഗം മേധാവി സുരേഷ് K നായർ, ജനനന്മ ചെയർമാൻ ജാഫർജി എന്നിവരടങ്ങിയ ജൂറിയാണ് ഈ സംസ്ഥാനതല പുരസ്കാരത്തിന് ശ്രീകുമാരൻ തമ്പിയെ തിരഞ്ഞെടുത്തത്. ധ്യാനത്തിലിരിക്കുന്ന ഗാന്ധിജിയുടെ മുഖഫലകവും 25,000 രൂപയും പ്രശസ്തിപത്രവും പൊന്നാടയും അടങ്ങുന്നതാണ് പുരസ്കാരം. വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ജനറൽ കൺവീനർ PK ദേവസി, വൈസ് ചെയർമാൻ പുന്നടിയിൽ രവികുമാർ,
പ്രോഗ്രാം കോർഡിനേറ്റർ രാജേഷ് അടക്കാപുത്തൂർ എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഭക്ഷ്യധാന്യങ്ങളില്ലാതെ റേഷൻ കടകൾ. സർക്കാർ അനാസ്ഥ ആരോപിച്ച് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം. വിവിധ റേഷൻ ഷോപ്പുകൾക്ക് മുന്നിൽ KPCC ആഹ്വാനപ്രകാരം കൂട്ടുധർണ. കോട്ടായിൽ അഴിമതിയും ദുർഭരണവും ആരോപിച്ച് പഞ്ചായത്ത് കാര്യാലയത്തിന് മുന്നിൽ കോൺഗ്രസ് പ്രതിഷേധം. യൂസർ ഫീയിൽ നിന്ന് ബാർബർ ഷോപ്പുകളെ ഒഴിവാക്കണമെന്ന് കേരള സ്റ്റേറ്റ് ബാർബർ ബ്യൂട്ടീഷ്യൻ അസോസിയേഷൻ ജില്ലാ സമ്മേളനം ഒറ്റപ്പാലത്ത്. അനങ്ങനടിയിലെ കുടിവെള്ള പ്രതിസന്ധിക്ക് പരിഹാരം കാണണമെന്ന് മുസ്ലിം ലീഗ്. റോഡ് നവീകരണത്തിനിടെ തകർന്ന കുടിവെള്ള പൈപ്പുകൾ ഉടൻ മാറ്റി സ്ഥാപിക്കണം. ജലക്ഷാമം രൂക്ഷമായ പ്രദേശങ്ങളിൽ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ടാങ്കറിൽ ശുദ്ധജലം എത്തിക്കണമെന്നും മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നന്ദി.